വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, മ്യാൻമറിൽ നിന്ന് വലിയൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. മ്യാൻമറിൽ വലിയ ആക്രമണം നടക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ബോംബ് ആക്രമണമാണ് മ്യാൻമറിൽ നടക്കുന്നത്. മ്യാൻമറിന്റെ ജുണ്ട സർക്കാർ അവിടെ അരക്കൻ ആർമിയുടെ ഭാഗങ്ങളിൽ അടിച്ചിരിക്കുന്നു. 17 മുതൽ 28 വരെ ബോംബുകൾ അവിടെ വിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്ത കഴിഞ്ഞത് ബംഗ്ലാദേശ് അതിർത്തിയിലാണ് ഈ അടി നടന്നിരിക്കുന്നത്. അത് നമുക്ക് ഇപ്പോ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിർത്തികളെ ശക്തിപ്പെടുത്താനായിട്ട് ബംഗ്ലാദേശ് പറഞ്ഞിട്ടുണ്ട്. കനത്ത ജാഗ്രതയാണ് ബംഗ്ലാദേശ് അതിർത്തികളിലെങ്ങും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്നത്. പെട്ടെന്ന് മ്യാൻമറും ബംഗ്ലാദേശും കലുഷിതമാകുന്നു, അവരുടെ അതിർത്തികൾ സംഘർഷഭരിതമാകുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അതിനു മുന്നേ നമ്മൾ വേറൊരു വാർത്ത കൂടെ അതിനോട് ചേർത്ത് വായിക്കണം. മ്യാൻമർ ബംഗ്ലാദേശ് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കാനുള്ള ചൈനയുടെ ഒരു വലിയ പദ്ധതി ഇപ്പോൾ പുറത്തു വരികയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് PLAയോട് ഉത്തരവിട്ട് കഴിഞ്ഞു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യയെ വളയാൻ ചൈന, മ്യാൻമർ, ബംഗ്ലാദേശ് സാമ്പത്തിക ഇടനാഴി സൃഷ്ടിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കാനാണ് ചൈന ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. 1959 അരുണാചൽ പ്രദേശിൽ ചൈന പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ റോഡുകളും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കാൻ തുടങ്ങിയതായി ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കടുത്ത ആശങ്ക മാത്രമല്ല. ചൈന നമ്മുടെ അരുണാചൽ പ്രദേശിന്റെ സ്ഥലത്ത് അവര് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്, ഇന്ത്യയെ വളയാനുള്ള പദ്ധതി ഇടുകയാണ്. അതിനിടയിലാണ് മ്യാൻമറിന്റെ റാഖൈൻ സംസ്ഥാനത്ത് സൈനിക ഭരണകൂടവും വിമതരായിട്ടുള്ള അരക്കൻ സൈന്യവും തമ്മിലുള്ള രക്തരൂഷിതമായിട്ടുള്ള സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നത്. റോഹിംഗ്യൻസ് കൂടുതലുള്ള ഒരു പ്രദേശമാണ് ഇതെന്ന് പറയുന്നത്. അവിടെ സൈനിക ഭരണകൂടം 18 മുതൽ 27 വരെ ബോംബുകളാണ് വർഷിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിലെ അതിർത്തിയിലും ഭൂകമ്പം പോലുള്ള ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു എന്ന് പറയപ്പെടുമ്പോൾ നമുക്ക് അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ ആയിരക്കണക്കിന് റോഹിംഗ്യൻ അഭയാർത്ഥികൾ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യുമെന്ന ആശങ്ക ഇപ്പോൾ നിലവിൽ ഉയർത്തിയിട്ടുണ്ട്. അപ്പോ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണത്തിനുള്ള ഒരു ചേതോവികാരം മ്യാൻമറും അരക്കൻ ആർമിയും തമ്മിലുള്ള നമ്മുടെ ഇന്ത്യയെ വളയാനുള്ള ചൈനയുടെ ഒരു പദ്ധതി പുറത്തു വരുമ്പോൾ അതുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുള്ളതായി തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഈ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ സന്തോഷം പകരുന്ന ഒരു വാർത്തയല്ല, ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ അതിർത്തി രാജ്യത്താണ് നമ്മുടെ അതിർത്തിയോട് ചേർന്ന് നടക്കുന്ന പ്രദേശത്താണ്, ഈ അരക്കൻ ആർമിയുടെ പ്രദേശത്താണ് ഈ അടി നടന്നിരിക്കുന്നത്, ബോംബാക്രമണം. 28 ബോംബുകൾ വർഷിച്ചു എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അവിടെ ഭരിക്കുന്ന ജുണ്ടേ ആർമി എന്ന് പറഞ്ഞാൽ അവിടെ ഒഫീഷ്യലാണ്. ഈ ഒഫീഷ്യൽ ആർമിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഒരേ സമയം ചൈനയുടെ നിന്നും ഇന്ത്യയുടെ നിന്നും സഹായം പങ്കുവെറ്റുന്നവരാണ്. കാരണം ഈ മ്യാൻമാറിൽ ഏത് സർക്കാർ കയറി കഴിഞ്ഞാലും അവരെ പിണക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയും അവരെ സഹായിക്കും. ഈ ജുണ്ടേ ആർമിയുടെ സൈനികർക്കൊക്കെ പരിക്ക് പറ്റുമ്പോൾ നമ്മുടെ ഈ ബോർഡറിൽ വന്നിട്ട് നമ്മുടെ ആശുപത്രിയിലാണ് ഇവര് ചികിത്സ നേടി മടങ്ങിപ്പോകുന്നത്. ഇതേ സമയം തന്നെ നമ്മൾ അരക്കൻ ആർമിയെ സഹായിക്കും. അതായത് നമ്മളിവിടെ ഒരു ഡബിൾ ഗെയിം, ട്രിപ്പിൾ ഗെയിം ആണ് കളിക്കുന്നത്. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. ഒന്ന്, നമ്മുടെ അതിർത്തി രാജ്യമാണ്, അത് കൈവിട്ടു പോകരുതെന്ന് ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവന്മാർ ഇടയ്ക്ക് ചൈനയുമായിട്ട് പിണങ്ങിയപ്പോഴാണ് നമ്മുടെ ഖനന കമ്പനികൾക്കൊക്കെ അവിടെ ഈ റയർ മെറ്റൽസ് ഖനനം ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഒക്കെ തരികയും നമ്മുടെ കമ്പനികൾ അവിടെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കാര്യത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റഖൈനി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു കാലത്ത് മുമ്പ് സ്ഥിരം ചർച്ച ചെയ്തിരുന്ന പ്രദേശമാണ്. റഖൈനി അരക്കൻ ആർമിയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെയുള്ള മൗണ്ട് ഡാവ്, ബുത്തിഡോഗ് എന്ന് പറയുന്ന പ്രദേശങ്ങളിലാണ് കനത്ത ആയിട്ടുള്ള ബോംബിങ് നടന്നത്. ഈ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റോഹിംഗ്യ മുസ്ലിംസിന്റെ ശക്തമായ ഇടമാണ്. അപ്പൊ റോഹിംഗ്യ മുസ്ലിങ്ങളുടെ കേന്ദ്രം ലക്ഷ്യമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ജുണ്ടേ ആർമിയുടെ ബോംബ് വ്യോമാക്രമണം നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിനോട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ടെക്നാത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്താണ് ഇവിടെ ഇട്ട ബോംബുകൾ മൂലം ബംഗ്ലാദേശിന്റെ അതിർത്തിക്കകത്തുള്ള കെട്ടിടങ്ങളുടെ ഗ്ലാസുകളും മറ്റൊക്കെ പൊട്ടിപ്പോയി. ഇതോടുകൂടി തന്നെ ബംഗ്ലാദേശ് അതിർത്തി അടച്ചു. ബംഗ്ലാദേശ് ഭയക്കുന്ന ഒരു കാര്യമുണ്ട്. 2017 ഇത് കണക്ക് ഒരു വലിയ റോഹിംഗ്യകളും വെറുതെ നിസാരക്കാരല്ല, അവർക്കൊരു റോഹിംഗ്യ സാൽവേഷൻ ആർമി എന്ന് പറഞ്ഞൊരു ആർമിയുണ്ട്. അവരും ഈ അരക്കൻ ആർമിയും തമ്മിൽ ഇപ്പോഴും അടിയാണ്, അന്നും അടിയായിരുന്നു. അങ്ങനെ 2017 വലിയൊരു സംഘർഷം ഉണ്ടാകുകയും അതിന്റെ ഭാഗമായിട്ട് 1 ദശലക്ഷം റോഹിംഗ്യകളാണ് ബംഗ്ലാദേശിലേക്ക് വന്നത്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അത് താങ്ങാവുന്നതിൽ അധികമാണ്. കാരണം ഇവരെ തീറ്റിപ്പോട്ടുണ്ട്. അപ്പം ബംഗ്ലാദേശ് ഇപ്പോൾ ആദ്യം ഭയക്കുന്നത് ഈ അടി കൂടിക്കഴിഞ്ഞാൽ വീണ്ടും റോഹിംഗ്യകൾ ചാടി ബംഗ്ലാദേശിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നാഫ് നദി എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. ഈ നദിയാണ് ഇതിന്റെ ഒരു ബോർഡർ എന്ന് പറയുന്നത്. ഈ നാഫ് നദി നീന്തിക്കിടന്നാണ് അന്ന് 10 ലക്ഷം പേര്, 1 ദശലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം പേരാണ് അവിടെ കയറി. ഇനിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഭക്ഷണം സാമ്പത്തികം കൊടുക്കുക എന്ന് മാത്രമല്ല, ഈ റോഹിംഗ്യകൾ വന്നു കഴിയുമ്പോൾ ഈ റോഹിംഗ്യകളെ വ്യാപകമായി തന്നെ ഈ ഭീകര സംഘടനകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ബംഗ്ലാദേശിനും തലവേദനയാണ്, എല്ലാവർക്കും തലവേദനയാണ്. ഇങ്ങനെ ഒരു വിഷയം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമുക്ക് ഈ ബോംബിങ് ഒരു ഇടക്കാലത്തിന് ശേഷം മ്യാൻമാറിൽ കേൾക്കുന്ന ഏറ്റവും വലിയൊരു ആക്രമണമാണ് ഇത് കേൾക്കുന്നത്. ഇത് ഇന്ത്യൻ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന അരക്കൻ പ്രദേശമാണ്. ഈ ബോംബിങ് നടത്തിയത് ബംഗ്ലാദേശിന്റെ അതിർത്തിയിലാണ്. ഈ ബോംബിങ്ങിന്റെ ശക്തിയിൽ ബംഗ്ലാദേശിലുള്ള കെട്ടിടങ്ങൾ തകർന്നു. ഇതോടുകൂടി തന്നെ ബംഗ്ലാദേശ് ജാഗ്രത പ്രഖ്യാപിക്കുക മാത്രമല്ല അതിർത്തി ലോക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്നു.
ഇന്ത്യൻ സൈന്യവും കടുത്ത ജാഗ്രതയിലാണ്. ഇത് എന്തായി തീരും എന്നുള്ളതാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കടന്നു വരിക അസാധ്യം. കാരണം ഇവിടെ ഉള്ളവരെ എങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പുറത്തുള്ളതെന്ന് വെച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാരണം ഇപ്പോൾ നിലവിൽ അതിർത്തിയിൽ ഒരു ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്. ബംഗ്ലാദേശ് അവരുടെ അതിർത്തികളൊക്കെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ത്യ വേലി കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയാണ് ധനുഷ് പറഞ്ഞ ആ ഒരു വാർത്ത കൂടി ചേർത്ത് വായിക്കണം. ഞാൻ അതിൽ കാണുന്ന മറ്റൊരു ആംഗിൾ എന്ന് പറഞ്ഞാൽ, ധനുഷ് പറഞ്ഞത് ഈ മ്യാൻമാറും ബംഗ്ലാദേശുമായി ചേർന്നുകൊണ്ട് ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഒരു സാമ്പത്തിക ഇടനാഴി, ഇനി അതിന് തുരങ്കം വെക്കാനായിട്ട് ഈ ജുണ്ട ആർമിക്ക് ആരെങ്കിലും പണം നൽകിക്കൊണ്ട് ചെയ്ത പണിയാണോ എന്നും അറിയാൻ കഴിയില്ല. അങ്ങനെയും ചിന്തിക്കാമല്ലോ. കാരണം ഈ ജുണ്ട ആർമി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തോടോ ഏതെങ്കിലും ഒരു പക്ഷത്തോടോ പ്രത്യേകിച്ച് കൂറോ പ്രതിബദ്ധതയോ വളർത്തുന്ന ടീമല്ല. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഇവർക്കിടയിൽ തന്നെ അനവധി ബുദ്ധിസ്റ്റുകളായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ കുറച്ച് ബുദ്ധിസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ത്യയുടെ അനുഭാവം പ്രകടിപ്പിക്കുന്നു, കുറച്ച് ഈ ചൈനയുടെ ബോർഡറിൽ കിടക്കുന്ന ചില ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പുകളെല്ലാം കൂടെ ചേർന്നിട്ടൊരു കോർഡിനേഷനാണ് ജുണ്ട ആർമി എന്ന് പറയുന്നത്. അതിനകത്ത് വലിയേട്ടൻ നമ്മുടെ എന്താ പറയുക UDF LDF എന്ന് പറയുന്ന മുന്നണി പോലെ തന്നെ ഒരു സംവിധാനമാണ്. എന്താ അതിന് പറയുക, മഠങ്ങൾ എന്ന് പറയില്ല നമ്മൾ ഈ സന്യാസിമാരെ സംബന്ധിച്ച്. അങ്ങനെയുള്ള അനവധി മഠങ്ങളുണ്ട് അവിടെ. ഈ മഠങ്ങളെല്ലാം പ്രശ്നകാരികൾ തന്നെയാണ്. ഇവരായിരുന്നു ഈ 2017 സംഭവിച്ചത് എന്താന്ന് വെച്ചിട്ട്, അന്ന് ഈ ബുദ്ധിസ്റ്റുകൾ അവിടെ ഒരു ബുദ്ധ സന്യാസി റോഹിംഗ്യകൾ കൊന്നായിരുന്നു, തീയിലിട്ട് കൊന്നു. അതിന്റെ ഒരു തിരിച്ചടിയാണ് എല്ലാവരോട് ചെയ്ത് അടിച്ച് ഇവന്മാരെ ഓടിച്ചു കളഞ്ഞത്. ഈ അരക്കൻ ആർമി എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മറ്റൊരു വിഭാഗമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ എല്ലാവർക്കും ഒരു സ്വാധീനമുണ്ട്. ഒരുപക്ഷെ ഇതിനെ തുരങ്കം വെക്കാനായിട്ട് ആരെങ്കിലും കളിച്ചതാണോ? കാരണം ഇവർക്ക് പൈസ കിട്ടിയാൽ മതി. അരക്കൻ ആർമിയെ സംബന്ധിച്ച് ജുണ്ടയെ സംബന്ധിച്ച് പൈസ കിട്ടിയാൽ മതി. നമ്മുടെ ഒരു പ്രോജക്ട് ഉണ്ടായിരുന്നല്ലോ മ്യാൻമർ വഴി, കലാദൻ പ്രോജക്ട് എന്ന് പറയുന്നത്. ആ കലാദൻ പ്രോജക്ട് നടക്കാതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം മ്യാൻമറിലെ ഇതുപോലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആഭ്യന്തര സംഘർഷമായിരുന്നു. ആ കലാദൻ പ്രോജക്ട് നടക്കാതെ പോയതിന്റെ പിറകിൽ ചൈനയാണ് എന്ന് പല ആൾക്കാരും ഒളിഞ്ഞും തെളിഞ്ഞും പല രാഷ്ട്രീയ നിരീക്ഷകരിലും നമ്മളെ മാധ്യമങ്ങളിലും നമ്മുടെ ജേർണലുകളിലും നമ്മുടെ സൈന്യത്തിന്റെ പല എന്താ പറയാ ജേർണലുകളിലും വന്നതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോ ചൈന അവിടെ വേറൊരു സാമ്പത്തിക ഇടനാഴി കൊണ്ടുവരുമ്പോൾ അതിനൊരു തുരങ്കം വെക്കുക എന്നുള്ളത് താങ്കൾ പറഞ്ഞത് ചെയ്യാമല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അത് അങ്ങനെയാണ് നമുക്ക് കരുതാമല്ലോ. ഇത് കാരണം നമുക്ക് ഇതിപ്പോ വ്യക്തതയൊന്നും ഇല്ല ഇതില്. അങ്ങനെയും ചെയ്യാം. അതായത് ഇങ്ങോട്ടൊരു ചെക്ക് വെച്ചു, നമ്മൾ അങ്ങോട്ടും ഒരു ചെക്ക് വെക്കുന്നു. അതിപ്പോ ആരാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല. നമുക്കിപ്പം അതിന്റെ ഔദ്യോഗികമായിട്ടൊന്നും വിവരങ്ങളൊന്നും ഇല്ല. ഔദ്യോഗികമായ ജീവിതകാലത്ത് ഒരിക്കലും വരാനും പോകുന്നില്ല. ഇനി ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ എന്തെങ്കിലും റിട്ടയർഡ് ആകുന്ന കാലത്തോ ഒക്കെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ വഴിയോ ഇല്ലെങ്കിൽ അയാളുടെ ആത്മകഥ വഴിയോ ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പുറത്തു വരാം. അതും എപ്പോഴാ, വർഷങ്ങൾക്ക് ശേഷമായിരിക്കും, പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ളൂ. ഏതായാലും ഇതൊരു സംഘർഷഭരിതമായ അന്തരീക്ഷമാണ്. ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മ്യാൻമാറിൽ നടന്ന ഈ സംഘർഷം മുൻപൊക്കെ മ്യാൻമാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ മ്യാൻമാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇന്ത്യൻ ബോർഡറും ബംഗ്ലാദേശ് ബോർഡറും യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ഇടക്കാലത്തിന് ശേഷം വീണ്ടും അശാന്തിയാണ്. ഇവിടെ എന്താണ് ഇനി, ചൈനയുടെ ഇൻഫ്ലുവൻസ് ആണോ, അതോ ഇനി ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ആണോ, അതോ ഇനി അവരുടെ തന്നെ ആഭ്യന്തര പ്രശ്നമാണോ? പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ കാര്യം, അരക്കൻ പ്രദേശത്താണ് ഇവർ ബോംബിംഗ് നടത്തിയിട്ടുണ്ടെങ്കിലും ബോംബിംഗ് മുഴുവൻ നടന്നിരിക്കുന്നത് റോഹിംഗ്യകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ്. അപ്പൊ അരക്കൻ ആർമിയെ നശിപ്പിക്കാനാണെങ്കിൽ അവർക്ക് അരക്കൻ ആർമിയുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയാസിൽ ചെയ്യാമായിരുന്നു. അവരുടെ അണ്ടറിലുള്ള പ്രദേശത്ത് തന്നെയാണ്. പക്ഷെ അവിടെ റോഹിംഗ്യകളാണ്. ഈ റോഹിംഗ്യൻ സാൽവേഷൻ ആർമിയും ഈ പറയുന്ന അതിർത്തിയാണ്. റോഹിംഗ്യൻ സാൽവേഷൻ ആർമിയും ഒപ്പം തന്നെ ഈ പറയുന്ന അരക്കൻ ആർമിയും തമ്മിൽ അടിയാ. അതുകൊണ്ട് ബംഗ്ലാദേശ് ഭയങ്കര എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നാലെ ഈ അരക്കൻ ആർമി കൂടെ അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ റോഹിംഗ്യകൾ ചാടും ബംഗ്ലാദേശിലേക്ക്. അവർക്കത് സഹിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറത്തേക്ക് ഒരു വലിയ ഇതുണ്ടാകും. അതായത് ബംഗ്ലാദേശിന്റെ ടെക്നാദ് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അതിർത്തിയിൽ, ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തി. അവിടെയാണ് ഏറ്റവും കൂടുതൽ ബോംബിംഗ് നടന്നത്. അവിടെ ബോംബിംഗ് നടന്നപ്പോഴാണ് ബംഗ്ലാദേശിലെ കെട്ടിടങ്ങളുടെ ഗ്ലാസുകൾ അവിടെ പൊട്ടിത്തെറിച്ചത്. ഏതായാലും ഒരു വലിയ ഹൈ ടെൻഷൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന്റെ ഒരു യഥാർത്ഥ പിക്ചർ അറിയാൻ ചിലപ്പോൾ നമുക്ക് ഇനി കുറച്ച് മണിക്കൂറുകൂടെ കാത്തിരിക്കേണ്ടി വരാം, ഇല്ലെങ്കിൽ 1-2 ദിവസത്തിനകം എന്താണ് ഇപ്പോൾ ഈ പൊടുന്നനെ ഉണ്ടായ ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള കഥ. അപ്പോൾ അതുമായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വീണ്ടും നമുക്ക് എത്താം.